ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാച്ചിയതാണ്. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസം വരെ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കേടായി പോവുകയൊന്നുമില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിന്ന് ചട്ടിയിലാണ് മോര് കാച്ചാൻ പോകുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഏകദേശം ഒരു 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു 1/4 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. ഇത് ചെറിയ ഉള്ളിയൊക്കെ നന്നായി വാടിക്കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. തിള വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മൾ ഈ ഒരു കറി തിളപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തൈര് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അധികം ചൂടുണ്ടാകാൻ പാടില്ല വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഉച്ചക്കത്തെ ഊണിന് ഇതുപോലൊരു മോര് കാച്ചിയതുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുമാത്രമല്ല ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു മോര് കാച്ചിയത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.